എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിലെ രോഗബാധയിൽ പരിശോധനാ ഫലം കിട്ടിയ ശേഷം നടപടിയെന്ന് ആരോഗ്യവകുപ്പ്. ആശാ വർക്കർമാരെ ഉപയോഗിച്ച് കണക്കുകൾ ശേഖരിക്കുന്ന നടപടി ആരംഭിച്ചു. ഫ്ളാറ്റിലെ കുടിവെള്ള സ്രോതസ്സിൽ ഈക്കോളി ബാക്ടീരിയ കലർന്നിട്ടുണ്ടെന്ന പരിശോധനാ റിപ്പോർട്ട് രഹസ്യമാക്കി വെച്ചെന്ന ആരോപണവും വിശദമായി പരിശോധിക്കും. സാഹചര്യം പരിശോധിച്ച് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ. അലി, എന്തായാലും ഒരു പരിശോധനാഫലം കിട്ടിയ ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിഞ്ഞ ശേഷം മാത്രം നടപടിയിലേക്ക് കടക്കുന്നു എന്നാണോ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്? ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. കാരണം ഈക്കോളി ബാക്ടീരിയ ഈ ഫ്ളാറ്റിലെ കുടിവെള്ളത്തിൽ കലർന്നിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് കഴിഞ്ഞ മാസം തന്നെ ലഭിച്ചിരുന്നു എന്ന് ഈ ഫ്ളാറ്റിലെ താമസക്കാർ ഇന്നലെ പ്രതികരിക്കുമ്പോൾ നമ്മളോടും അതുപോലെ തന്നെ ഇവിടെ എത്തിയ ജനപ്രതിനിധികളോടും പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഒരു റിപ്പോർട്ട് വന്ന ശേഷവും അത് പൂഴ്ത്തിവെച്ചു, അത് പുറത്തുവിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു മുന്നറിയിപ്പ് നിർദ്ദേശമൊന്നും താമസക്കാർക്ക് നൽകിയില്ല എന്ന നിലയിലുള്ള ഗുരുതരമായ ആരോപണമായിരുന്നു ഇവിടുത്തെ താമസക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ശക്തമായ അന്വേഷണം തന്നെ, വ്യാപകമായ അന്വേഷണം തന്നെ ഈ സംഭവത്തിൽ വേണം എന്നൊരു പ്രതികരണം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത്തരത്തിലൊരു റിപ്പോർട്ട് പൂഴ്ത്തിവെക്കൽ ഇവിടെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ അനാസ്ഥയാണ്. അത്തരത്തിൽ പൂഴ്ത്തിവെച്ചത് തന്നെയാണ് ഇത്രയും വലിയൊരു വ്യാപനത്തിലേക്ക് നയിച്ചത് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മെയ് 29-നാണ് ഇത്തരത്തിലൊരു സ്വകാര്യ വ്യക്തി നൽകിയ ഒരു പരിശോധനയിൽ ഇത്തരത്തിലൊരു ഫലം പുറത്തു വന്നത്. എന്നിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനമായും ഇവിടെ ഉയരുന്ന ആരോപണം. ഇപ്പോൾ 350ഓളം ആളുകളാണ് ഇവിടെ ചികിത്സ തേടിയത്. അതിൽ 25 പേർ എന്ന് പറയുന്നത് 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ്. അത്തരത്തിൽ വലിയൊരു വ്യാപനത്തിലേക്ക് DLFിലെ ഈ കുടിവെള്ള സ്രോതസ്സിൽ നിന്ന് ഇപ്പോഴും കുടിവെള്ള ടാങ്കർ അവിടെ പാസ് ചെയ്ത് പോകുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുമായിരുന്നു. അതായത് ഈ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്ന പരാതി മനഃപൂർവ്വം അവഗണിച്ചു, അല്ലെങ്കിൽ ഇത് ആരുടെ ഭാഗത്തുള്ള തെറ്റായിട്ടാണ് പൊതുവിൽ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്? അത് DLF ഫ്ളാറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നാണോ, അതോ ഈ കുടിവെള്ളം വിതരണം ചെയ്യുന്ന വിതരണക്കാരൻ്റെ ഭാഗത്തു നിന്നാണോ? ഏത് വിധത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത്? ബിനിൽ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട ടാങ്കർ അത് ഈ പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം, ഇത്രയും വലിയൊരു വ്യാപനം ഉണ്ടായതിനു ശേഷം മറ്റെല്ലാ സ്രോതസ്സുകളിൽ നിന്നും കുടിവെള്ളം എടുക്കുന്നത് നിർത്തിവെച്ചുകൊണ്ട് ടാങ്കറുകളിൽ ശുദ്ധജലം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ. ഇപ്പോഴും അത് തുടരുകയാണ്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസം 29-ന് വന്ന റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഈക്കോളി ബാക്ടീരിയ ഫ്ളാറ്റിലെ കുടിവെള്ളത്തിൽ കലർന്നിട്ടുണ്ട് എന്ന ഒരു വിവരം പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ട് ഈ ഫ്ളാറ്റ് അധികൃതർ പൂഴ്ത്തിവെച്ചു എന്ന നിലയിലുള്ള ആരോപണമാണ് ഇന്നലെ താമസക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ അതിന്റെ മുന്നറിയിപ്പ് നൽകണമായിരുന്നു, ജാഗ്രതാ നടപടികൾ കൈക്കൊള്ളണമായിരുന്നു. എന്നാൽ അത്തരത്തിൽ ഒരു നീക്കവും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണമായിരുന്നു ഇന്നലെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ താമസക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തെ ശക്തമായി ഒരു ഗുരുതരമായ വിഷയമായി തന്നെ കാണുന്നു. ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. നിലവിൽ DMOയോട് അടിയന്തരമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഇവിടെ നിന്നും എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും, അതായത് കിണറുണ്ട്, കുഴൽക്കിണറുണ്ട്, അതുപോലെ ഈ ടാങ്കറുകളിൽ എത്തിക്കുന്ന വെള്ളമുണ്ട്. ഇത്തരത്തിൽ ഒന്നിലധികം സോഴ്സുകളിൽ നിന്നാണ് ഈ ഫ്ളാറ്റിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ എല്ലാ സോഴ്സുകളിൽ നിന്നും വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി പുറത്തു വന്നാൽ മാത്രമേ എന്താണ് ഇത്രയും വലിയൊരു വ്യാപനത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തമാവുകയുള്ളൂ. ഏത് നിലയിലാണ്, ഏത് സ്രോതസ്സിൽ നിന്നാണ് ഈ അണുബാധ ഉണ്ടായത് എന്ന കാര്യത്തിലും വ്യക്തത വരികയുള്ളൂ. എന്തായാലും DMOയുടെ അടിയന്തര റിപ്പോർട്ട് വന്ന ശേഷം ആരോഗ്യവകുപ്പ് അടിയന്തര നടപടി കൈക്കൊള്ളുമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ ഈ വ്യാപനമുണ്ടായ ഫ്ളാറ്റിന്റെ എല്ലാ ഫ്ളാറ്റുകളിലും എത്തി എല്ലാ താമസക്കാരെയും കണക്കെടുത്ത് റിപ്പോർട്ട് തയ്യാറാക്കാൻ ആശാ വർക്കർമാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കാക്കനാടുള്ള DLF ഫ്ളാറ്റിൽ കൂട്ടത്തോടെ ആളുകൾക്ക് ഛർദിയും വയറ്റിളക്കവും പിടിച്ചതോടെയാണ്, 350-ലധികം ആളുകൾ ചികിത്സ തേടിയതോടെയാണ് ഇവിടെ ഈ കുടിവെള്ളത്തിൽ രോഗബാധയുണ്ട് എന്ന് വ്യക്തമായത്. ഈക്കോളി ബാക്ടീരിയ ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ പരിശോധനാ റിപ്പോർട്ട് ഫ്ളാറ്റ് അധികൃതർ പൂർത്തി എന്നുള്ളതാണ് ഈ സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചത്. സർക്കാർ തലത്തിൽ ഉൾപ്പെടെ ഇടപെടലുണ്ടായിരിക്കുന്നു. എന്തായാലും ഈ കുടിവെള്ളത്തെ പോലും വിശ്വസിക്കാനാവില്ല എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. ആരാണ് ഉത്തരവാദി എന്നത് കണ്ടുപിടിക്കുകയും അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുകയും ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആ നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു. അലിയാണ് തത്സമയം കാക്കനാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.